എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ Four of Pentacles, Star, Sun card, wonderful energy, Five of Swords, Eight of Swords, Eight of Pentacles, Two of Pentacles, Four of Swords. Okay, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കൊച്ചു കൊച്ചു സങ്കടങ്ങൾ, അതായത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, സങ്കടങ്ങൾ എന്നുള്ളതല്ല, നിങ്ങളതിന് ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്ന സങ്കടങ്ങൾ ഒഴിച്ചാൽ പൊതുവേ ഒരു നല്ല സമയമാണ്. ആദ്യം തന്നെ ഫസ്റ്റ് വന്നിട്ട് ഫോർ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്, അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോട്ട്സ് എനർജിയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി ഭയങ്കരമായിട്ട് കാണിക്കുന്നു. അതായത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ ആരുമല്ല, ഒന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടാണ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ ഇനി ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ എങ്ങനെ എന്നൊക്കെയുള്ള പല ചിന്തകൾ നിങ്ങളുടെ മൈൻഡിനെ അലട്ടുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ഈ സാമ്പത്തിക കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ചിന്താഗതി മാറ്റാനായിട്ട് ശ്രമിക്കുക. അതേപോലെ കുബേര മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്, ഹനുമാൻ മന്ത്രം ജപിക്കാം. ഇതൊക്കെ നെഗറ്റിവിറ്റി മാറ്റാൻ, സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാക്കാനും സഹായിക്കും. അത് മാത്രം എന്നതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഈ സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോവില്ല എന്നുള്ള ചിന്തയായിരിക്കില്ല. ചില ആളുകൾക്ക് ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് പണം ചിലവാക്കാൻ മടിയായിരിക്കും. കാരണം നിങ്ങൾ കുറച്ച് പിശുക്കായിരിക്കും. അതായത് നിങ്ങളുടെ ചിന്തയിൽ വരുന്നത് ഈ പൈസ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ശമ്പളം കിട്ടുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ നിങ്ങൾക്ക് കിട്ടുകയാണ് ശമ്പളം എന്നുള്ള രീതിയിൽ. എത്രയാണെന്ന് വെച്ചാൽ അത് ശമ്പളം നിങ്ങൾക്ക് കിട്ടുകയാണ് എങ്കിൽ ആ കിട്ടുന്ന പൈസ നിങ്ങൾ എത്ര രൂപ, അതായത് നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നു എന്നുള്ളത്, നിങ്ങൾ അതിൽ നിന്ന് വളരെ തുച്ഛമായിട്ടുള്ള കാര്യമാണ് ചിലവാക്കുന്നത്. ബാക്കിയുള്ള പൈസ നിങ്ങൾ ചിലപ്പോൾ സേവ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ എത്ര കുറച്ച് ചിലവാക്കിയാലും നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പൈസ ചിലവാക്കിയെന്നുള്ളത്, അതായത് നിങ്ങൾ പിശുക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വർഷം നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ എത്ര കുറച്ച് ചിലവാക്കിയാലും കൂടുതൽ ചിലവാക്കി എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് നിങ്ങൾ പണം ചിലവാക്കുന്നത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അത് നിങ്ങളെ വളരെയധികം നിങ്ങളുടെ എനർജിയിൽ കാണിക്കും. ഇതൊരു പോസിറ്റീവായിട്ടും വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ചില ആളുകൾ ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പുറകിലാണെന്നൊക്കെ ഉള്ളൊരു ചിന്ത, കുറച്ച് കോൺഫിഡൻസ് കുറവ് സാമ്പത്തിക കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ കോൺഫിഡൻസ് കുറവ് എന്ന് പറയുമ്പോൾ മറ്റുള്ള പല കാര്യങ്ങളിലും കോൺഫിഡൻസ് വലിയ കുറവുണ്ടാവില്ല. കാരണം പൊതുവെ സൗഹൃദം, സുഹൃത്തുക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുറ്റുപാടും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി സുഹൃത്തുക്കൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങളെ കെട്ടിയിടുന്നതായിട്ടുള്ളൊരു സാഹചര്യമാവാം. കാരണം കെട്ടിയിടുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ മറ്റൊരിടത്തേക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാനായിട്ട് ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനോ മറ്റെവിടെയെങ്കിലും പോകണമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സൗഹൃദങ്ങൾ വിട്ടിട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ബന്ധങ്ങളും സൗഹൃദങ്ങളും നിങ്ങളെ കെട്ടിയിടുന്ന ഒരു സിറ്റുവേഷൻ ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നല്ലതാണ്, പക്ഷെ ഈ പറയുന്ന ബന്ധങ്ങളും സൗഹൃദത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ജീവിതം അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ അതിന് വേണ്ടുന്ന തരത്തിൽ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും നേടേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ബന്ധനമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ചില ആളുകൾക്ക് ചിലപ്പോൾ പാരൻസ് ആയിരിക്കും നിങ്ങളെ കെട്ടിയിട്ട പോലത്തെ ഒരു സാഹചര്യം. അപ്പോൾ എന്തായാലും അതൊക്കെ മനസ്സിലാക്കി നോക്കിയും കണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്, 8 ഓഫ് പെൻഡക്കിൾസ് എനർജി.
അപ്പോൾ നേരത്തെ പറഞ്ഞു ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലേക്കാവാം. മറ്റു ചിലർക്ക് അത് വെറും തോന്നലായിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ കുറച്ച് ചിലവാക്കിയാലും കൂടുതൽ ചിലവാക്കി എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് പൈസ തീരെ ചിലവാക്കില്ല. അതുകൊണ്ട് പൈസ ഒത്തിരി സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു തരത്തിൽ അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാവും. അപ്പോൾ നിങ്ങളുടെ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ജാതകവശാൽ എങ്ങനെയാണ് എന്നതിനനുസരിച്ചിട്ടുണ്ടാവാം അനുഗ്രഹം, അതായത് ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഭാഗ്യം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഭാഗ്യമൊക്കെ വളരെ കൂടുതലുള്ളൊരു വർഷമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പല സാഹചര്യങ്ങളിലും ഒക്കെ നമ്മൾ പറയും റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസ്, ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം സംഭവിക്കുമ്പോൾ ചില ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടാവാതെ പോയത് കൊണ്ട് മാത്രം അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. നിങ്ങൾ ഈ ഒരു മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട എന്ത് കാര്യത്തിലും കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പല അവസരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഒത്തിരി ഭാഗ്യമാണത്. വേറെ പലതരത്തിലുള്ള ഭാഗ്യവും ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ചില ആളുകളെ സംബന്ധിച്ചെടുത്ത് ഈ ഒരു സാമ്പത്തിക കാര്യത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തരുടെയും വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഗ്രഹനില അനുസരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ലക്കി ബ്രേക്ക് ആയിരിക്കും ഈ ഒരു വർഷം ചില ആളുകൾക്ക്. പിന്നെ ഈ ഒരു ബിസിനസ് കാര്യങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യത്തിലേക്കൊക്കെ ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓൾറെഡി ഒരു ബിസിനസ് ഉള്ള ഒരാളാണ് എങ്കിൽ ഓക്കെ, അതുമായിട്ട് മുന്നോട്ടേക്ക് പോവാം. 2025 പുതിയൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെയല്ല, എന്നിരുന്നാലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് ഒരു പരിധിവരെ ഒഴിവാക്കുക. ഇനി അഥവാ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഒരു തോന്നലുണ്ട് എങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സഹോദരങ്ങളോടൊപ്പമോ അല്ലെങ്കിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ള ആരെങ്കിലും ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. 2 പേരുടെയും കൂടി പേരിലായിട്ടുള്ളതോ തുടങ്ങുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഓൾറെഡി ബിസിനസ് ഉള്ള ഒരാളാണെങ്കിൽ ബിസിനസ് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും സൺ കാർഡാണ്, അതേപോലെ തന്നെ 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. വളരെയധികം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബിസിനസ് അല്ലാതെ ജോലി, ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ജോലിയിൽ വളരെയധികം ആത്മാർത്ഥതയും വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ ഒത്തിരി ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്ന സമയമാണ്. ഹയർ പൊസിഷനിലേക്ക് എത്താം, പ്രൊമോഷൻ, ശമ്പള വർധനവ് ഇത്യാദി കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ നല്ലൊരു പൊസിഷനിൽ നിങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. വേൾഡ് കാർഡാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറഞ്ഞു. വേൾഡ് കാർഡ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ സൺ എനർജി ആണെങ്കിൽ കൂടിയും നമ്മൾ അടുത്തതായിട്ട് വരുന്നത് വേൾഡ് കാർഡ് അല്ലെങ്കിൽ വേൾഡ് എനർജിയാണ്. അപ്പോൾ മുന്നോട്ടേക്ക് വേൾഡ് എനർജിയിലേക്ക് ആ ഒരു ഫീലാണ് വരുന്നത്. അതായത് യാത്രകൾ ഒത്തിരി ചെയ്യാൻ പറ്റുന്നുണ്ട്, ജോലി സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ. നിങ്ങൾക്ക് ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. യാത്രകൾ ഒറ്റയ്ക്ക്, സോളോ ട്രിപ്പ്, ഒറ്റയ്ക്കൊക്കെ യാത്രകൾ ചെയ്യാനൊക്കെ, ഇതിനു മുമ്പ് സ്വയം യാത്ര ചെയ്യാനോ പുറത്തുപോയി കഴിക്കാനോ പോലും ഇഷ്ടപ്പെടാത്ത, മറ്റുള്ളവരുമായിട്ട് സൗഹൃദം കൂടാൻ സോഷ്യൽ അല്ലാത്തവരൊക്കെ വളരെയധികം നിങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഏരിയയിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ അപ്പുറത്തേക്ക് പുതിയ ആളുകളെ കണ്ടെത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിപുലമായിട്ടുള്ള ഒരു രീതിയിലല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിധിക്ക് അനുസരിച്ചിട്ട് പോകുന്നുണ്ട്. അതേപോലെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൈഡായിട്ടുള്ള ചില ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വലിയൊരു ബിസിനസ്, അതായത് വലിയ മുതൽ മുടക്കിൽ ലോണൊക്കെ എടുത്തിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് എങ്കിൽ അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മൾ സൈഡായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു വലിയ ഒരു തുകയോ ഒന്നുമല്ലാതെ, അല്ലെങ്കിൽ സൈഡായിട്ടുള്ള ചെറിയ ബിസിനസ്, കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ബിസിനസ്സാണെങ്കിൽ വളരെയധികം നല്ലൊരു കാര്യം, വളരെ വലിയ സക്സസ്സിലേക്ക് അത് പോകുന്നുണ്ട്. 2 തരത്തിൽ വരുമാന മാർഗം എന്നുള്ള രീതിയിൽ. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് 5 ഓഫ് സോഡ്സ് എനർജി ആൻഡ് 4 ഓഫ് സോഡ്സ് എനർജിയാണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പാരൻസും നിങ്ങൾ തമ്മിൽ കുറച്ച് വഴക്കൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, അത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു എനർജി നിങ്ങളുടെ
നിങ്ങൾക്ക് ഈ അനാവശ്യ ദുശീലങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാതാപിതാക്കളുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പുറത്തുനിന്ന്, അല്ലെങ്കിൽ ആഴ്ചയിൽ എന്തായാലും 1-2 ദിവസം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആരോഗ്യം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. ഓവർ ആക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ, അപ്പോൾ ആക്റ്റീവായിട്ട് ഇരിക്കുക. പ്രത്യേകിച്ച് ജോലിയിലൊക്കെ വർക്ക് ഹോളിക്കായിട്ട് അമിതമായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ച് ഓവറായിട്ട് ജോലി മാത്രമല്ല, നമ്മൾ കുറച്ച് റെസ്റ്റും ഒക്കെ എടുക്കുക. ജീവിതത്തിൽ റെസ്റ്റ് അനിവാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.